ഇതേതാ പുതിയൊരു ഐറ്റം? ഒന്ന് പേടിപ്പിച്ച് നോക്കിയാലോ? ഏറ്റില്ല. എന്തേ ഞാനും നിന്നെപ്പോലെ രക്ഷയാ. ഞാൻ മലയാളിയാണെങ്കിലും ജനിച്ചത് വളർന്നൊക്കെ അങ്ങ് അമേരിക്കയിലാ. ഞങ്ങളുടെ യക്ഷിയുടെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പൊ ഈ വടയാണോ നീലിയാണോ മറുതിയാണോ അല്ലെ കുട്ടിച്ചാത്തന്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ആണോ? ഞാൻ ദൊരോത്തി. ആരെ തുരത്തി? ആരും തുരത്തിയതല്ല, ദൊരോത്തി മദാമ. ആ കള്ള ദൊറോത്തി മദാമ എന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കേനേടി. അല്ലേ ആ ഹരിഹർ നഗറിലെ പാവം പിടിച്ച ചെങ്ങായിമാരെ മുഴുവൻ ഉടായിപ്പും കാണിച്ച് പറ്റിച്ച് പാവ മുകേഷ് ഒക്കെ. അയ്യോ, ഒരു പാവം മുകേഷ്. അറിയായിട്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇല്ലായിരുന്നോ? ഒരാളെ കുത്താൻ വന്ന നമ്മൾ എന്ത് ചെയ്യും? നെഞ്ചും വിരിച്ചങ്ങ് നിന്ന് കൊടുക്കും. അങ്ങനെ കുത്താൻ വന്ന ഒരാളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നിട്ട് ആ ആരെന്റെ കുത്തേരി ചത്താളാം ഞാനും. എന്നതറിയോ? അങ്ങനെ എന്റെ കയ്യിൽ എടുത്ത് കിട്ടും. സംഭവല്ലേ? ഞാൻ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ മതാമേനെ കണ്ടിട്ടോ, നല്ല രസമുണ്ട് സംഭവം. അതിനെ പറ്റി മാത്രം പറയണ്ട. ആ സിനിമ കാരണം ഞാനിവിടെ എത്തിയത്. ഞാൻ ഇവിടുത്തെ എക്സ്റ്റേറ്റ് ബംഗ്ലാവ് താമസിക്കേനി. അവിടേക്ക് ഒരു ഫാമിലി വന്നിക്കുന്നു. തിറ്റിങ്ങളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറകിലെ പോയി നിന്ന്. ഇവരുണ്ട് കോഞ്ചറിങ് സിനിമ കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നേ. കണ്ടു ചിരിക്കുന്നവരെ ഞാൻ എന്ത് കാണിച്ച് പേടിപ്പിക്കാനാ? എനിക്കെന്നെ യക്ഷി ജീവിതം മടുത്ത്. ഒരിക്കൽ മരിച്ച് പിന്നെ മരിക്കാൻ പറ്റില്ലല്ലോ. പോന്ന് ഞങ്ങട്ട്. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് ഒന്നുമില്ല, ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നല്ലേ ഉള്ളൂ. ഇവിടെ മലയാളത്തിൽ കുറച്ച് പ്രേത സിനിമ ഉണ്ട്, കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർക്ക് വേറെ മൈൻഡാ. പേടിപ്പിക്കാൻ വേണ്ടി ചെന്നാലുണ്ടല്ലോ നോക്കിന്തോ 150 രൂപയുടെ സാരിയാണല്ലേ? നീ എങ്ങനെ മനസ്സിലാക്കിയേ? സ്റ്റിക്കർ കുറച്ചില്ല. അതല്ലട എങ്ങനെ ഈ സാരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? കഷ്ടപ്പാട് പറഞ്ഞ കഷ്ടപ്പാടാ. നിങ്ങൾക്ക് പിന്നെ ബംഗ്ലാവ് ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ പന അല്ലെങ്കിൽ പാല. ഇതൊട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കയറണം. എല്ലാരും രാത്രി ആവുമ്പോ പനയെന്ന് ഇറങ്ങയ്യ. ഞാൻ രാത്രി കയറല. അതെന്തേടി? എടി ഈ താഴത്തൂടെ ആൾക്കാർ പോകുന്നല്ലേ, ഒന്ന് മേലോട്ടൊക്കെ പ്രേതാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയാ പോയില്ലേ. അത് മാത്രമല്ല എത്രയോ തടഞ്ഞു വീണ്ടേ നല്ലൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ ചുണ്ണാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത പേടിയൊന്നില്ല. ഞങ്ങൾക്ക് ഈ നഖത്തിന്റെയും പല്ലിന്റെയും ആവശ്യമില്ല. ഒരാളെ കണ്ട ഞങ്ങൾ നോക്കി അങ്ങോട്ട് കൊല്ലും. അനക്കൊക്കെ പല്ലും നഖം കൂടി ഉണ്ടെങ്കിൽ അവസ്ഥ എന്റെ മോളെ. ഇവിടെ ആൺപ്രേതങ്ങളൊന്നുമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നെന്തിനേനി? ചോദിച്ചതല്ലേ. ആൺപ്രായത്തിന്റെ കുറവും കൂടി ഉണ്ട്. എന്നിട്ടുള്ള യക്ഷികളൊന്നായിട്ട് പേറ്റ് പെരുക. അല്ലെ തന്നെ പനയ സ്ഥലവും ഇല്ല, ചോര കുടിക്കാനില്ല. ഞാൻ തന്നെ ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പോലെ പല്ലിലൊരാളുണ്ട്. മൂപ്പര് ഫുള്ള് സെറ്റപ്പാ. ഈ ചോക്ലേറ്റ് സിനിമയിൽ പൃഥ്വിരാജ് ഇല്ലേ? പൃഥ്വിരാജാണ് അല്ല, ഗോപി സുന്ദർ. അതേപോലെ ചുറ്റും യക്ഷികളായിട്ട് മൂപ്പരിങ്ങനെ ആർമാദിക്കല്ലേ. അതുകൊണ്ടല്ലേ മൂപ്പര ഡ്രാക്കൂളാന്ന് പേര് വന്നത്. അതൊക്കെ ജീവിതം. എങ്ങനെ അവിടെ പുകയിട്ട് വെള്ളസാരി എടുത്ത് നടന്നോ? എനക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവൂല. വൈകുന്നേരമായ പനയിലേക്ക് കേറിയാലുണ്ടല്ലോ കൊതുകിന്റെ ശല്യ. രാവിലെ നമ്മൾ കഷ്ടപ്പെട്ട് കുടിക്കുന്ന ചോരമുഴ ഇറ്റലോസയ്ക്ക് വന്ന് ഊറ്റിയായിട്ട് കുടിച്ചു പോകും. പുക, വെള്ളസാരി, പാട്ട്, അന്തസ്. അത് നിർബന്ധ. വേറായിട്ടില്ല നിങ്ങക്ക് ഇങ്ങനെ ഒഴുകി പോണ മറ്റേ ഇങ്ങനെ പോന്നേ. അമ്മായിന്റെ മോള് വല്യമ്മനെ പഠിപ്പിച്ച സാധനം അത്. ഞങ്ങളുടെ നാട്ടിലെ ഇതേപോലെ ആളുണ്ട്. മുപ്പത് വർഷന്റെ ബാക്കോട്ട് ഒഴുകുക. ഞങ്ങൾ സ്വന്തം മൈക്കിൾ ബ്രോ. ആ പനയെ കിടന്നുറങ്ങുന്ന വടയക്ഷീനെ തള്ളിയിട്ട് അല്ലേ? പനയുടെ കാര്യം പറഞ്ഞപ്പാ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണോ? വലിയ പന വേണോ, ചെറിയ പന വേണോ, കള്ളെത്തുന്ന പന വേണോ, അതോ കരിമ്പന വേണോ? ഏത് പനയാലും വേണ്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം നിർബന്ധാണേ. അതിനാണ് എനിക്കെങ്ങാരി പുറത്തൊന്നും പറ്റൂല. ഇവിടെ ബാക്കിയുള്ള ഒരു ബാത്റൂം തന്നെയല്ല, പിന്നെ ഒക്കെ അറ്റാച്ച്ഡ് ബാത്റൂം. അതല്ല, നിങ്ങൾ ചോര കൂടി സെറ്റപ്പ് ഒക്കെ എങ്ങനെയാ? പണ്ടത്തെ പോലെ തന്നെയാണോ? പണ്ടൊക്കെ പുറത്തു പോയി കുടിക്കേനി. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തോടെ ആ പരിപാടി അങ്ങ് നിർത്തി. നല്ല ചോരത്തളപ്പുള്ള ചെക്കന്മാരെ ചോര കുടിക്കാൻ വേണ്ടിട്ട് കട്ടത്താടിയും ബുള്ളറ്റ് ലവർന്നും പറഞ്ഞു കണ്ട് ഒരുത്തന്റെ മേലാട്ട് കേറി. ഇവിടുന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തേരെ പനയിലും നിർത്തിയില്ല, പാലയിലും നിർത്തിയില്ല. നേരെ പോയത് ലഡാക്കിലേക്കാ. ആടെയാണ് ഒടുക്കത്തെ തണുപ്പും പനയില്ല. ഉള്ള ചോരയും കൂടി വിറങ്ങൽ ചോയി. എങ്ങനെയോ ഇവിടേക്ക് തിരിച്ചെത്തിയതാ. ഞാൻ ആ പരിപാടിയായിട്ട് നിർത്തിയടി. അമ്മേ, അല്ലടി എന്നെ തളയ്ക്കുന്ന പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ തളയ്ക്കലില്ലല്ലോ, തളിക്കല് മാത്രല്ലേ. തളിച്ച് തളിച്ച് ഞാൻ കുളിക്കലേ ഇല്ല. ഒരു മണം. അല്ല, എന്റെ അവസ്ഥ ഇപ്പൊ എന്താ? യക്ഷികളുടെ കൂട്ടത്തിൽ ഞാനാണ് അഗ്രഗണ്യ. എന്നെ ഒന്നും ആർക്കും തളക്കി. ഇന്റെ മോളെ ഓടിക്കതടി മേപ്പാടം വരുന്ന മോളെ, മേപ്പാടം വരുന്നടി. ഏത് പാടം വന്നിട്ടുണ്ട് തളയ്ക്കാൻ കഴിയില്ല. മേഡ് ഇൻ അമേരിക്ക. മൂപ്പർക്ക് വെള്ള കണ്ടാ മതി, തളയ്ക്കാൻ അതിനെ നിന്ന് കൊടുക്കാനി. ആ വരുന്നത് വളയ്ക്കാനാ മോളെ.